ഹായ് ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ c&svlog. അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി ക്രാഫ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു കിഡിലൻ ഗ്രീറ്റിംഗ് കാർഡാണ് കേട്ടോ. ആദ്യം ചാർട്ട് പേപ്പറിൽ നിന്നായിട്ട് ഞാനൊരു ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന രീതിയിൽ രണ്ടായിട്ടൊന്ന് മടക്കിയെടുക്കാം കേട്ടോ. പിന്നെ നമ്മുടെ കയ്യിൽ പഴയ കല്യാണക്കുറിയൊക്കെ ഉണ്ടെങ്കിൽ അതാണ് വേണ്ടത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രൗൺ പേപ്പർ എടുക്കാം കേട്ടോ. പിന്നെ ഇപ്പോൾ കല്യാണ സീസണൊക്കെ ആയതുകൊണ്ട് മിക്കവാറും എല്ലാവരുടെയും വീട്ടിൽ ഓരോ കാർഡൊക്കെ വെച്ചിട്ടെങ്കിലും കിട്ടണുണ്ടാവും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ബ്രൗൺ പേപ്പർ എടുക്കാം കേട്ടോ. ഇനി അതിൻ്റെ ബാക്കിലുള്ള ഭാഗം മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് ചേട്ടൻ്റെയും ചേച്ചിയുടെയും കല്യാണത്തിന് ഒരുപാട് കാർഡ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ എണ്ണം ബാക്കി വന്നായിരുന്നു കേട്ടോ. എന്തിനാണ് അത്രയും കാർഡ് അടിച്ചതെന്നറിയില്ല, എന്തായാലും സംഭവം കുറേ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം അലമാര തുറന്നപ്പോൾ അവിടെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്കത് വേറെ ഒന്നിനും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വെച്ചിട്ട് ഓരോ ക്രാഫ്റ്റ് ഇങ്ങനെ ചെയ്യാമെന്ന്. ഇനിയും കുറേ എണ്ണം ബാക്കി ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകൾ ഇനിയും പ്രതീക്ഷിക്കാം കേട്ടോ. ഇനി കല്യാണക്കുറിയൊക്കെ കിട്ടുമ്പോൾ ആരും എടുത്ത് കളയണ്ട കേട്ടോ. അതൊക്കെ ഇങ്ങനെ എടുത്ത് സൂക്ഷിച്ച് വയ്ക്കുക. നമുക്ക് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതേ നമ്മൾ ആ രണ്ട് കാർഡിൻ്റെയും ബാക്ക് സൈഡിൽ നിന്നായിട്ട് ഇതുപോലെ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫസ്റ്റ് നമ്മളെടുത്ത ആ ഒരു ചാർട്ട് പേപ്പർ ഉണ്ടല്ലോ, അതുമേലായിട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാൻ പോകാം കേട്ടോ. അപ്പോൾ ഒരു പീസ് ഫ്രണ്ടിലുള്ള ഭാഗത്തായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ അടുത്ത പീസ് ഉള്ളിലേക്കായിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഇനി ആ കല്യാണക്കുറിയുടെ ഉള്ളിലായിട്ട് നമുക്ക് ഇതുപോലെ ഒരു ലെറ്റർ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു പീസ് ഞാൻ എടുക്കുന്നുണ്ട്. ഇനി അതിലായിട്ട് ഓരോ സെൻറ്റിമീറ്റർ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു 7 എണ്ണമാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. അതായത് 7 പീസ് വരുന്ന രീതിയിൽ ഓരോ സെൻറ്റിമീറ്റർ വെച്ചിട്ട്. പിന്നെ ഒരെണ്ണം മാത്രം നമ്മൾ 3 സെൻറ്റിമീറ്റർ അളവിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് വരച്ച് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ നേരത്തെ പറഞ്ഞ രീതിയിൽ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ കല്യാണക്കുറിയൊന്നുമില്ല, അപ്പോൾ നമ്മൾ ബ്രൗൺ പേപ്പറൊക്കെയാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഉള്ളിലുള്ള ലെറ്ററിൻ്റെ പീസ് ഉണ്ടല്ലോ, അതിന് പകരമായിട്ട് വൈറ്റ് പേപ്പർ എടുക്കുക കേട്ടോ. എന്നിട്ട് വൈറ്റ് പേപ്പറിലായിട്ട് ഓരോ സെൻറ്റിമീറ്ററിലും പിന്നെ 3 സെൻറ്റിമീറ്ററിലും ഒന്ന് വരച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുത്താലും മതി. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഓരോ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, അതുമേലായിട്ട് ഓരോ ദിവസങ്ങൾ എഴുതി കൊടുക്കുക. അതായത് സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, അത്രയും ദിവസങ്ങൾ നമ്മൾ എഴുതിയെടുക്കുന്നുണ്ട്. പിന്നെ ഒരു പീസ് മാത്രം നമ്മൾ 3 സെൻറ്റിമീറ്റർ അളവിലെടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിലായിട്ട് ഞാൻ എവറി ഡേ എവറി മൊമെൻറ്റ് ഐ ആം ഇൻ ലവ് വിത്ത് യു ആ ഒരു കോട്ടാണ് എഴുതി കൊടുക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഡ്സ് എഴുതി കൊടുക്കുക. ഞാനിപ്പോൾ വാലന്റൈൻസ് ഡേ സ്പെഷ്യലായിട്ടുള്ളൊരു ഗ്രീറ്റിംഗ് കാർഡാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു കോട്ടാണ് എഴുതി കൊടുക്കണേ. ഇപ്പോൾ ബർത്ത്ഡേ സ്പെഷ്യലൊക്കെ ആയിട്ടാണ് കൊടുക്കണമെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോഡ്സ് എഴുതി കൊടുക്കുക. അപ്പോൾ അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള കോഡ്സ് എഴുതിയെടുക്കാം കേട്ടോ. ഇനി ആ ഓരോ പേപ്പർ പീസിൻ്റെയും 2 എൻഡിൽ നിന്നായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ കാണാനായിട്ട് കുറച്ചുകൂടി ഭംഗിയായിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ ആ ഒരു കാർഡിനുള്ളിൽ നിൽക്കുന്ന രീതിയിൽ വേണം ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ കല്യാണക്കുറിയൊക്കെ ആണെങ്കിൽ അതിനുള്ളിലുള്ള പീസ് തന്നെയാണല്ലോ, അപ്പോൾ ഏകദേശം കറക്റ്റ് ലെങ്ത് ഒക്കെ ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ഒരു വൈറ്റ് പേപ്പറൊക്കെ എടുക്കുമ്പോൾ നമ്മൾ എടുത്തേക്കുന്ന ആ ഒരു പേപ്പറുമായിട്ട് ഉള്ളിൽ നിൽക്കുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അതിൻ്റെ ലെങ്ത്തും വിഡ്ത്തൊക്കെ ഒന്ന് നോക്കിയിട്ട് എടുക്കുക. വിഡ്ത്ത് ഇപ്പോൾ 1 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ ലെങ്ത്ത് ആ ഒരു കാർഡുമായിട്ട് നോക്കിയിട്ട് എടുക്കാം. പിന്നെ ലാസ്റ്റ് ആ ദിവസങ്ങളൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കോട്ട് എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ, അത് ഒട്ടിച്ച് കൊടുക്കാൻ നോക്കിയപ്പോൾ അതിന് കുറച്ച് വിഡ്ത്ത് കൂടുതലായിരുന്നു. പിന്നെ ഞാൻ അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റിയായിരുന്നു കേട്ടോ. എന്നിട്ട് അതിനുള്ളിലായിട്ട് നമ്മളൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തേക്കണേ. ഇനിയിപ്പോൾ റെഡ് കളർ പേപ്പറിൽ നിന്നായിട്ട് ഇതുപോലെ കുറച്ച് കുട്ടി കുട്ടി ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് സൈഡിലേക്കായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ 2 സൈഡിലും നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഓൾട്ടർനേറ്റ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ ഗ്രീറ്റിംഗ് കാർഡിൻ്റെ ഫ്രണ്ട് പോർഷൻ സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉള്ളിലുള്ള ഭാഗത്തായിട്ട് ഇതുപോലെ ഒരു മാർക്കർ പെൻ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് അതിൻ്റെ ഔട്ട്ലൈൻ ഉണ്ടല്ലോ, ആ ഒരു ബോർഡർ അവിടെ മാത്രം ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും കോഡ്സൊക്കെ വേണമെങ്കിൽ അവിടെയായിട്ട് എഴുതി കൊടുക്കുക. പിന്നെ അതിനുള്ളിലായിട്ടും റെഡ് കളർ പേപ്പർ വെച്ചിട്ട് കുറച്ച് ഹാർട്ട് ഷേപ്പിലേക്ക് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്യണില്ല, ഇത്രയും മാത്രമേ ചെയ്ത് കൊടുക്കണുള്ളൂ. അങ്ങനെ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള കുഞ്ഞൻ ഗ്രീറ്റിംഗ് കാർഡ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കല്യാണക്കുറി വെച്ചിട്ട് തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം വേറൊരു ക്രാഫ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഷോർട്ട് വീഡിയോ ആയിരുന്നു കേട്ടോ. ഈ ഒരു കുട്ടി ഗ്രീറ്റിംഗ് കാർഡാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലായിട്ടും കൊടുക്കുക. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അതുപോലെ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു അടിപൊളി ഗ്രീറ്റിംഗ് കാർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും ഒരു ഷോർട്ട് വീഡിയോ ആണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലായിട്ടും കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. അതുവരെയും ടാറ്റ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.